Degree 5th semester BA Sociology, Module 3, Part 1. Data Management and Presentation. ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റകൾ ഏതൊക്കെ രൂപത്തിലാണ് ഉണ്ടാവുക എന്നും ഒരു ഡാറ്റകൾ നമുക്ക് ഏതൊക്കെ രൂപത്തിലാണ് ക്രമീകരിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായി പറയുന്ന ഒരു മൊഡ്യൂളാണിത്. പ്രധാനമായും നാച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. നമുക്ക് ഇതിൽ ആദ്യമായി പറയാനുള്ളത് വേരിയബിൾസിനെയും ആട്രിബ്യൂട്ട്സിനെയും കുറിച്ചാണ്. എന്താണ് വേരിയബിൾ, എന്താണ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളത്. സ്വാഭാവികമായും നമ്മൾ ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള ഡാറ്റകളും നമുക്ക് വരും. ഒരു റിസർച്ച് നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്തും ആദ്യം നമ്മൾ അതിൻ്റെ വേരിയബിൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന നമുക്ക് ഏതൊക്കെ രൂപത്തിലുള്ള ഡാറ്റകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക. ഏതായാലും അതിൻ്റെ വിശദമായ രൂപങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അത് വിശദീകരിക്കാം. In social research, and theory, the both variables and attributes represent social concept. രണ്ടും കൂടിയിട്ടാണ്, വേരിയബിളും ആട്രിബ്യൂട്ട്സും രണ്ടും കൂടി ചേർന്നിട്ടാണ് സോഷ്യൽ കോൺസെപ്റ്റുകൾ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു റിസർച്ചിൽ വേരിയബിൾസിനും ആട്രിബ്യൂട്ട്സിനും വ്യക്തമായ പ്രാധാന്യമുണ്ട്. എന്നാൽ എന്താണ് വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്ന് നമുക്ക് നോക്കാം. An attribute is defined as a characteristics of something or qualities. ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയോ ആയിരിക്കും ആട്രിബ്യൂട്ട് എന്നുള്ളത്. എന്നാൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ ആട്രിബ്യൂട്ട്സ് പോലും ഉൾക്കൊള്ളുന്നതായിരിക്കും വേരിയബിൾ. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു റിസർച്ച് നടത്തുന്നത് നമ്മളൊരു കാര്യത്തിൽ റിസർച്ച് നടത്തുമ്പോൾ ഒരു ഒക്യുപ്പേഷനെ കുറിച്ചാണ് നമ്മൾ റിസർച്ച് നടത്തുന്നതെങ്കിൽ നമ്മൾ വേരിയബിളായി സെറ്റ് ചെയ്യുന്നത് അതിൽ ഒക്യുപ്പേഷൻ ആയിരിക്കും. ആ ഒക്യുപ്പേഷൻ്റെ ഉള്ളിൽ വരുന്ന വിവിധ തരം കാര്യങ്ങളായിരിക്കും അഗ്രികൾച്ചറിസ്റ്റ്, ടീച്ചർ, ഡോക്ടർ, ഡ്രൈവർ, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്താവുന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വേരിയബിളായി തിരഞ്ഞെടുക്കുക. ഈ സമയത്ത് ഓരോ വേരിയബിളിൻ്റെയും ഉള്ളിൽ വരുന്ന ഓരോ കാര്യങ്ങളെയാണ് ആട്രിബ്യൂട്ട്സ് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ നമ്മൾ ഒരു ജെൻഡർ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ജെൻഡർ എന്നുള്ളത് വേരിയബിളായി സെറ്റ് ചെയ്യുമ്പോൾ ജെൻഡറിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൽ, ഫീമെയിൽ തുടങ്ങിയതാണ് അവിടെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിൻ്റെയും അതിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വാല്യൂ, അതിൻ്റെ ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വേരിയബിൾ എന്നുള്ളത് ഈ ആട്രിബ്യൂട്ട്സുകൾ അടങ്ങിയതാണ് വേരിയബിൾ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ജെൻഡർ എന്ന് പറയുമ്പോൾ ജെൻഡർ എന്നുള്ളൊരു വേരിയബിൾ, അപ്പോൾ ജെൻഡറിൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സിൽ പെടും. ജെൻഡർ എന്നുള്ളത് അതിൻ്റെ വേരിയബിളുമാണ്. ഒക്കുപ്പേഷൻ എന്നുള്ളത് വേരിയബിളാണ്. ഒക്കുപ്പേഷൻ്റെ ഉള്ളിൽ വരുന്ന അഗ്രികൾച്ചർ, ടീച്ചർ, ഡോക്ടർ, ഡ്രൈവർ ഇങ്ങനെ തുടങ്ങിയുള്ള ഓരോ ക്വാളിറ്റികൾ അതതിൻ്റെ ആട്രിബ്യൂട്ട്സിൽ പെട്ടതാണ്. വേരിയബിൾസും ആട്രിബ്യൂട്ട്സും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് നോക്കാം. നമ്മളൊരു ഏജിനെ കുറിച്ചാണ് നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ വേരിയബിളായി സെറ്റ് ചെയ്യുന്നത് ഏജ് ആണെങ്കിൽ ആ ഏജിൻ്റെ ഉള്ളിൽ വരുന്നതാണ് യങ്, മിഡിൽ, ഓൾഡ് എന്ന് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 3 ആട്രിബ്യൂട്ട്സ് എങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന 10 to 15 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ, 15 to 20 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ, 20 to 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ. അപ്പോൾ നമുക്ക് ആ ഓരോ വേരിയബിളിൻ്റെയും ഉള്ളിൽ നമുക്ക് വിവിധ തരം ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മൾ ജെൻഡർ എന്നുള്ള വേരിയബിളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ
നമുക്ക് ജെൻഡർ എന്നുള്ളതിൻ്റെ ഉള്ളിൽ മെയില് ഫീമെയിൽ തുടങ്ങി രണ്ട് കാറ്റഗറി നമുക്ക് രണ്ട് ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അതേപോലെ ഒരു ഒക്കുപേഷനെ കുറിച്ചാണ് നമ്മൾ വേരിയബിൾ സെറ്റ് ചെയ്യുന്നത്. ഒക്കുപേഷൻ എന്നുള്ള വേരിയബിളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനിടയിൽ നമുക്ക് ധാരാളം ആട്രിബ്യൂട്ട്സുകൾ കാണും. ഉദാഹരണത്തിന് ഡോക്ടർ, ഫാർമർ, ഡ്രൈവർ, ടീച്ചർ തുടങ്ങിയുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ അതിന് കീഴിൽ വരുന്നതാണ്. ഇങ്ങനെ റേസ് ആണെങ്കിൽ ഡ്രാവിഡിയൻ, ആര്യൻ എന്നുള്ള ആട്രിബ്യൂട്ട്സുകൾ വരും. സോഷ്യൽ ക്ലാസ് ആണെങ്കിൽ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് തുടങ്ങിയുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ അതിന് കീഴിൽ വരും. അപ്പോൾ ഈ ഒരു കോളം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്താണ് വേരിയബിൾ എന്നും എന്താണ് ആട്രിബ്യൂട്ട്സ് എന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷനെ ഒന്ന് പരിശോധിക്കാം. അക്കോർഡിംഗ് ടു Kerlinger, a variable is a property that takes on different values. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന് ഡിഫറെൻറ്റ് വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എ വേരിയബിൾ ഈസ് സംതിങ് ദാറ്റ് വേരീസ്. വേരിയബിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ വേരിയബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയബിൾ ഈസ് എ സിമ്പിൾ ടു വിച്ച് ന്യൂമറൽ ഓർ വാല്യൂസ് ആർ അറ്റാച്ച്ഡ്. ഒരു വേരിയബിളിനോട് കൂടെ ന്യൂമറിക്കൽ നമ്പറുകൾ അടങ്ങിയതോ അല്ലെങ്കിൽ വാല്യൂകളും ഒക്കെ അറ്റാച്ച് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ വേരിയബിൾ എന്നുള്ളത് എപ്പോഴും നിശ്ചിതമാവില്ല. നമ്മുടെ തിസിസിനനുസരിച്ച്, നമ്മുടെ റിസർച്ചിനനുസരിച്ച് നമ്മുടെ വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ എന്ന സ്കോളറുടെ ഡെഫിനിഷൻ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൈൻസ് എ വേരിയബിൾ as a rational unit of analysis that can assume any one of a number of designed sets of values. Rational unit of analysis, അത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ rational unit of analysis that can assume any one of a number of designated sets of values. നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂവിൻ്റെ, നമ്മൾ നിർദ്ദേശിച്ച വാല്യൂകളുടെ ഏത് തരം നമ്പറുകളെയും സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റാഷണൽ യൂണിറ്റാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏത് തരത്തിൽ വാല്യൂകൾ സെറ്റ് ചെയ്താലും ആ സെറ്റ് ചെയ്ത വാല്യൂകളൊക്കെ സ്വീകരിക്കാൻ പര്യാപ്തമായ ഒരു റാഷണൽ യൂണിറ്റാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നമ്മൾ ചെയ്യുന്ന റിസർച്ചിന് ആവശ്യമായ റിസർച്ചിന് ലഭിക്കേണ്ട ഡാറ്റകൾക്ക് ആവശ്യമായ വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാല്യൂകളെയും സ്വീകരിക്കാൻ യോഗ്യമായ റാഷണൽ യൂണിറ്റാണ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്നാണ് ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ്റെ അഭിപ്രായം. എന്നാൽ there are many different types of variables. നമുക്ക് പലതരത്തിലുള്ള വേരിയബിളിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ചില വേരിയബിൾസിനെ നമുക്ക് പരിശോധിക്കാം. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് constitute and resumed course. They are introduced under controlled condition during the experiment as treatment to which experimental groups are exposed. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകളെ മുകളിൽ ഇതിന് സ്വാധീനം ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എക്സ്പെരിമെൻറ്റുകളും മറ്റും നടത്തുന്ന സമയത്ത് ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകളുടെ എഫക്റ്റുകൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകളെ നെഗറ്റീവ് ഉള്ള നിലക്കോ പോസിറ്റീവ് നിലക്ക് രണ്ട് നിലക്കും രണ്ടാലേതെങ്കിലും ഒരു നിലക്ക് ഒരു തരത്തിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിളുകളെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിന് എക്സോജനസ് എന്ന പേരുണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സോജനസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകളാണ്. നമ്മുടെ എക്സ്പെരിമെൻ്റ് റിസർച്ച് നടത്തുന്ന സമയത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകളുടെ
ഇൻഫ്ലുവൻസ് ലഭിച്ചിട്ടുള്ള വേരിയബിളുകളാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസ് ലഭിച്ചിട്ടുള്ള ഒരു വേരിയബിളുകളെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചിൽ കൃത്യമായി നമുക്ക് അതിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ആർ ആൻറ്റിസിഡൻസ് ദാറ്റ് അഫക്റ്റ് ദ സിറ്റുവേഷൻ പ്രയർ ടു ദ സ്റ്റഡി. ദേ ക്യാൻ ബി ഒബ്സർവ്ഡ് ആൻഡ് മെഷേർഡ് ബട്ട് യൂഷ്വലി നോട്ട് ചേഞ്ച്ഡ്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് നമ്മൾ പഠനത്തിൽ വരുന്നില്ല എങ്കിലും പക്ഷേ നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വേരിയബിളുകളാണ് ബാക്ക്ഗ്രൗണ്ട് വേരിയബിൾസ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകളുടെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകൾക്കെയും ഇടയിൽ ലിങ്കായി പ്രവർത്തിക്കുന്ന വേരിയബിൾസുകളാണ് ഇൻ്റർവെനിങ് വേരിയബിൾസ്. അടുത്തൊന്നാണ് എക്സ്ട്രീനിയസ് വേരിയബിൾസ്. Variables are variables that can be observed and which might affect outcome during the study but which cannot be controlled. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വേരിയബിളുകളാണ് എക്സ്ട്രാനിയസ് വേരിയബിൾസ്. ആൾട്ടർനേറ്റീവ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് സജസ്റ്റ് കോസസ് ഡിഫറെൻറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. നിലവിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് പുറമെ മറ്റൊരു തരത്തിൽ നമ്മുടെ റിസർച്ചിനെ ബാധിക്കുന്ന വേരിയബിളുകളാണ് ആൾട്ടർനേറ്റീവ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഈ 6 ടൈപ്പ് വേരിയബിളുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് വേരിയബിൾസ്, വിവിധ തരം വേരിയബിൾസിൻ്റെ വിവിധ തരം ടൈപ്പുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, കോസ് റിലേഷൻഷിപ്പ്, ദ ഡിസൈൻ ഓഫ് ദ സ്റ്റഡി, ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. വേരിയബിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. നമുക്ക് വേരിയബിളുകൾ 3 തരംതിരിക്കാം. അതാണ് ഒന്ന് കോഷ്യൽ റിലേഷൻഷിപ്പ്, ദ ഡിസൈൻ ഓഫ് ദ സ്റ്റഡി, ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. അതിന് വിശദീകരണം, ഫ്രം ദി വ്യൂ പോയിന്റ് ഓഫ് കോസേഷൻ, in studies that attempt to investigate a causal relationship or association, 4 sets of variables may operate. നമുക്ക് പഠനത്തിൽ നമുക്ക് 4 തരത്തിലുള്ള വേരിയബിൾസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന്, ചേഞ്ച് വേരിയബിൾസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ഫിനോമിന. നമ്മൾ നടത്തുന്ന പഠനത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള വേരിയബിളാണ് ചേഞ്ച് വേരിയബിൾസ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഔട്ട്കം വേരിയബിൾസ് വിച്ച് ആർ ദ എഫക്ട്സ് ഓഫ് എ ചേഞ്ച് വേരിയബിൾസ്. ചേഞ്ച് വേരിയബിൾസിൻ്റെ എഫക്റ്റുകൾ ഉണ്ടായിത്തീരുന്നതാണ് ഔട്ട്കം വേരിയബിൾസ് എന്നുള്ളത്. മുമ്പ് നമ്മൾ പറഞ്ഞു ചേഞ്ച് വേരിയബിൾസ് നമ്മൾ പറഞ്ഞു നമ്മുടെ വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ച് ഇൻ എ ഫിനോമിന. ഒരു ഫിനോമിനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള വേരിയബിളുകളാണ് ചേഞ്ച് വേരിയബിൾസ്. ആ ചേഞ്ച് വേരിയബിളുകളുടെ എഫക്റ്റുകൾ ലഭിച്ചിട്ടുള്ളതാണ് ഔട്ട്കം വേരിയബിൾസ് എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ വേരിയബിൾ എന്നുള്ളത് വേരിയബിൾസ് വിച്ച് അഫക്റ്റ് ദ ലിങ്ക് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ് വേരിയബിൾസ്. കോസ് എഫക്റ്റ് വേരിയബിൾസിൻ്റെ ഇടയിൽ ഒരു ലിങ്ക് ആയി പ്രവർത്തിക്കുന്ന വേരിയബിൾസാണ് വേരിയബിൾസ് വിച്ച് അഫക്റ്റ് ദ ലിങ്ക് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ് വേരിയബിൾസ്. കോസ് എഫക്റ്റ് വേരിയബിൾസിൻ്റെ ഇടയിൽ ഒരു ലിങ്ക് ആയി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് വേരിയബിൾസാണ് മൂന്നാമത്തെ തരത്തിലുള്ള വേരിയബിൾസ്. പിന്നെ കണക്റ്റിംഗ് ഓർ ലിങ്കിങ് വേരിയബിൾസ് വിച്ച് ഇൻ certain situations are necessary to complete the relationship between cause and effect variables. നമ്മുടെ പല സന്ദർഭ സാഹചര്യങ്ങളിലും നമുക്ക് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു കോസ് എഫക്റ്റുകൾക്കിടയിൽ ഉള്ള ബന്ധം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പല സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന വേരിയബിൾസാണ് കണക്റ്റിംഗ് ഓർ ലിങ്കിങ് വേരിയബിൾസ് എന്നുള്ളത്. In research terminology, change variables are called independent variables. നമ്മൾ റിസർച്ചിൽ ചേഞ്ച് വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അത്
നമ്മുടെ ഫിനോമിനകളിലേക്ക് ഫിനോമിനകളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന വേറെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകളിൽ അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വേരിയബിളുകളാണ് ചേഞ്ച് വേരിയബിൾസ്. അത്തരം ചേഞ്ച് വേരിയബിളുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഔട്ട്കം അല്ലെങ്കിൽ എഫക്റ്റ് വേരിയബിൾസ് ആർ കാൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ഈ ചേഞ്ച് വേരിയബിൾസ് കാരണമായി എഫക്റ്റ് ലഭിക്കുന്ന, അതിൻ്റെ ഇൻഫ്ലുവൻസ് ലഭിക്കുന്ന വേരിയബിളുകളെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ അൺമെഷേർഡ് വേരിയബിൾസ് അഫക്റ്റിംഗ് ദ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആർ കാൾഡ് എക്സ്ട്രാനിയസ് വേരിയബിൾസ്. കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള നമ്മുടെ പ്രഥമ ദൃഷ്ട്യാ കാണപ്പെടാത്ത വേരിയബിളുകളെയാണ് എക്സ്ട്രാനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദ വേരിയബിൾസ് ദാറ്റ് ലിങ്ക് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആർ കാൾഡ് ഇൻ്റർവെനിങ് വേരിയബിൾസ്. കോസ് എഫക്റ്റ് റിലേഷൻ the variables that link a cause effect relationship are called intervening variables. Cause effect relationshipനെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള വേരിയബിൾസിനെയാണ് ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് വേരിയബിൾസും അട്രിബ്യൂട്ട്സുമായി നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.